ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സന്നിധാനത്തെത്തി ഈ ദ്വാരപാലക ശില്പങ്ങളൊക്കെ കണ്ടപ്പോൾ അയ്യോ ഇതൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കേണ്ടത് നമുക്ക് എന്നൊരാശയം അയാളിലേക്ക് സ്വമേധയാ തോന്നി. അങ്ങനെയാണ് ഈ വിദ്വാൻ ഒരു അപേക്ഷ എഴുതി അപ്പം തന്നെ മുരാരി ബാബുവിന് കൊടുക്കുന്നത്. ഞാനിതൊക്കെ ശരിയാക്കി തരാം കേട്ടോ, ഞാനൊരു നല്ല സ്പോൺസറാണ്, അങ്ങ് ദയവായി എന്നെ വിശ്വസിക്കണമെന്ന്. ഈ പേപ്പർ കിട്ടിയ ഉടൻ തന്നെ അന്ന് തന്നെ മുരാരി ബാബു ഈ ശുപാർശയും കൊണ്ട് നേരെ തന്ത്രിയുടെ അടുത്ത് പോയി. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇതൊക്കെ ഒന്ന് വേഗത്തിൽ പരിഗണിക്കണമെന്ന് പറഞ്ഞു. തന്ത്രിയുടെ നിർദ്ദേശവും വാങ്ങിക്കൊണ്ട് അതേ ദിവസം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകി അതേ ദിവസം തന്നെ ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിൻ്റെ അടുത്ത് പോയി ഇതൊന്ന് പരിഗണിക്കണം എന്ന് പറയുന്നു. എന്തൊരു വേഗത! സുധീഷ് കുമാർ പിറ്റേ ദിവസം തന്നെ ബോർഡിൻ്റെ പരിഗണനയ്ക്കായി ഈ ശുപാർശ അയക്കുകയും ചെയ്തു. ഏതാണ്ട് 14 ദിവസത്തിനുള്ളിൽ ഓർഡർ വന്നു, കൊണ്ടുപൊക്കോ പോറ്റി എന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ ഈ ഗൂഢാലോചന നടത്തിയത് ഈ ഉദ്യോഗസ്ഥർ മാത്രമാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ പറയുന്നത് അങ്ങനെയാണ്. ഇന്നലെ റിമാൻഡ് റിപ്പോർട്ടിൽ സുധീഷ് കുമാറിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ കത്ത് വ്യാജ ശുപാർശ നൽകി ബോർഡിനെ സുധീഷ് കുമാർ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊരു വാചകമുണ്ട്. അവിടെയാണ് നമുക്കൊരു സംശയമുള്ളത്. അങ്ങനെയെങ്കിൽ നല്ലവരായ ഭരണസമിതി അംഗങ്ങൾ, ബോർഡിലെ നല്ലവരായ ഭരണസമിതി അംഗങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ സ്വർണ്ണപ്പള്ളി അങ്ങ് കൊടുത്തോ എന്ന് പറഞ്ഞൊരു ഓർഡർ ഇറക്കിയത്? നമുക്ക് പരിശോധിക്കാം. ശാലിനിയുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ശാലിനി റിപ്പോർട്ട് ചെയ്യുന്നു, ഭാഗിക കുറ്റപത്രം ഉടൻ സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നീക്കമുണ്ടെന്ന്. ശാലിനി പറയൂ. ചോദ്യങ്ങൾ ഒരുപാടുണ്ട്, സംശയങ്ങളുമുണ്ട്. ഭക്തരുടെ സംശയങ്ങളാണ് നമ്മളും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം ഈ ഗൂഢാലോചന ഒതുങ്ങിത്തീരാൻ സാധ്യതയുണ്ടോ? ശ്യാമ, നിലവിലെ അന്വേഷണത്തിന്റെ പോക്ക് കാണുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അങ്ങനെ വിലയിരുത്തേണ്ടതായിട്ട് വരും. കാരണം അന്വേഷണം ആരംഭിച്ച് ഏകദേശം 2 ആഴ്ച പിന്നിടുമ്പോഴും കൃത്യമായൊരു ട്രാക്കിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്നുള്ളൊരു വിമർശനം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. SITക്ക് നേരെ ആദ്യം മുതൽ തന്നെ അത് തന്നെയാണ് ഉയർത്തുകയും ചെയ്യുന്നത്. നമുക്കറിയാം, സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പ്രത്യേക സംഘമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം എത്രത്തോളം കാര്യക്ഷമമായി പോകുമെന്നുള്ളൊരു ആശങ്ക അത് ഭക്തർ മുന്നോട്ട് വെക്കുന്നുണ്ട്, ജനം TVയും മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി ഈ കേസ് ഏറ്റെടുക്കണമെന്ന ആവശ്യം തുടക്കം മുതൽ തന്നെ BJP അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ, ഒപ്പം തന്നെ ഭക്തരടക്കമുള്ളവർ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഇന്നലെ ആവശ്യത്തോട് മുഖം തിരിച്ച് തന്നെ നിൽക്കുകയാണ് നിലവിൽ സംസ്ഥാന സർക്കാർ എന്നുള്ളത്. എന്തായാലും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അടക്കം പോയിട്ടുള്ള കത്തിൽ നിന്ന് അത്തരത്തിലൊരു തീരുമാനം വൈകാതെ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തത്. അങ്ങനെ വരികയാണെങ്കിൽ മാത്രം ഒരു പക്ഷേ സെൻട്രൽ ഏജൻസി വന്നതിന് ശേഷം CBIയോ അല്ലെങ്കിൽ ED അടക്കമുള്ളവർ വന്ന് ഇതിന്റെ സാമ്പത്തിക ക്രമക്കേടുകൾ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന് ഭാഗമാവുകയും ചെയ്യും. എന്തായാലും നമ്മൾ ഇതുവരെ ഈ അന്വേഷണത്തിന്റെ ട്രാക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ശബരിമലയിൽ ഒരു സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നു. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയതിനു ശേഷം മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ആളുകളാണ്. ആ വർഷങ്ങളായി ജോലി ചെയ്യുന്നവർക്ക് എന്തുകൊണ്ട് അറിയില്ല അവിടുത്തെ ശബരിമലയിലെ സ്വർണ്ണ പാളികൾ, ഒപ്പം തന്നെ ശബരിമലയിൽ സ്വർണം വിജയമല്യ പൂശിയതടക്കമുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് അറിയാതെ പോയി? അങ്ങനെ വ്യാജമായിട്ടുള്ള മഹസറടക്കം തയ്യാറാക്കുക, സ്വർണം ചെമ്പാക്കി വരുത്തുക, അതിനുശേഷം പിന്നീട് അത് അനുമതി നൽകുക, അനുമതി നൽകിയതിന് ശേഷം ആ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും ഒരു കാര്യമുണ്ട്. അവിടെ ബൈലോയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇത്ര കിലോമീറ്റർ ചുറ്റളവിനപ്പുറത്തേക്ക് ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ സ്വർണം കൊണ്ടുപോയി അതിൻ്റെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അത്രയും മഹത്തായ ഒരു ക്ഷേത്രത്തിലെ സ്വർണം, ഇത്രയധികം സ്വർണം ഒരു മുന്നറിയിപ്പോ ഒരു സെക്യൂരിറ്റിയോ ഒന്നുമില്ലാതെ വിവിധ സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച് അതിന് രൂപമാറ്റം സംഭവിച്ച് അത് ഉരുക്കി അത് മറ്റ് വസ്തുക്കളാക്കി മാറ്റി അതിനുശേഷം അത് ചെന്നൈയിലടക്കം കൊണ്ടുപോയി വിവിധ ഇടങ്ങളിൽ അത് പൊതുദർശനത്തിന് വെച്ച് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ജയറാമിൻ്റെ വീട്ടിലടക്കമുള്ള ചടങ്ങുകൾ അത്തരത്തിൽ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അന്വേഷണം അതിന് മുകളിലേക്ക് പോകാതെ ചില ആളുകളിൽ മാത്രം ഒതുങ്ങിത്തീരുന്നു എന്നുള്ളതിൻ്റെ ഉത്തമമായ തെളിവാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള 3 ഇതിൽ വളരെ ലളിതമായ 2 ചോദ്യമേ ഉള്ളൂ. ഒന്ന്, ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇതൊക്കെ നടത്തിയത്, ഞങ്ങൾക്കിതിലൊരു പങ്കുമില്ല, ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടുമില്ല. അങ്ങനെയെങ്കിൽ ഇവർക്ക് ഈ പരിപാടി പറ്റിയതല്ല. ഈ പരിപാടി നിർത്തിയിട്ട് വേറെ വല്ല പണിക്ക് പോകുന്നതാണ് നല്ലത്. കാരണം ഉദ്യോഗസ്ഥ തലത്തെ കൃത്യമായി തന്നെ നിയന്ത്രിക്കാനും അവർക്ക് കൃത്യമായി നിർദ്ദേശം കൊടുക്കാനും ദേവൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാനുമുള്ള പൂർണ്ണ ചുമതല ദേവസ്വം ബോർഡ് ഭരണാധികാരികൾക്കാണ്. അത് കൈയടക്കി വെച്ചിരിക്കുന്ന സംസ്ഥാന സർക്കാരിനുണ്ട്, ദേവസ്വം വകുപ്പിനുണ്ട്. അതിനൊന്നും പറ്റില്ല. ഇതൊക്കെ ഏതാണ്ട് ഒരു കള്ളം കയറി എന്തോ കൊണ്ടുപോയി ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്നും പറഞ്ഞ് മാറി നിൽക്കാൻ സാധിക്കില്ല എന്നതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.
ശ്യാമ, തീർച്ചയായും അത് തന്നെയാണ്. ഈ ഒരു വിവാദം, ഈ ഒരു സ്വർണ്ണ കവർച്ച വന്ന ആദ്യം മുതൽ തന്നെ ദേവസ്വം മന്ത്രി, അന്നത്തെ ദേവസ്വം മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, അയ്യോ ഇതൊന്നും ഞങ്ങളുടെ കാലത്തല്ല നടന്നതല്ല, ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ അവരറിയാതൊരു കാര്യം ഇത്രയും മഹത്തായ ഒരു ക്ഷേത്രത്തിൽ നടക്കാനാണ് എങ്കിൽ അവരൊക്കെ എന്തിനാ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നു എന്നൊരു ചോദ്യം ആ ഘട്ടത്തിൽ ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴും അത് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. എന്തായാലും ഇപ്പോൾ 2 കേസുകളാണ് പ്രധാനമായും ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന് ശബരിമലയിലെ കട്ടളയിലെ സ്വർണം അപഹരിഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു കേസ്, മറ്റൊന്ന് ദ്വാരപാലക ശില്പത്തിലെ കേസ്. ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർച്ച നടത്തിയ കേസിൽ മാത്രമാണ് ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ കട്ടളപ്പാളിയിൽ നിന്ന് സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ ഇട്ട ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ കേസിൽ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇന്ന് ആ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി വീണ്ടും കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടിയാണ് SIT സ്വീകരിക്കുന്നത്. അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്ത് വിട്ടയച്ച സ്മാർട്ട് ക്രിയേഷൻസിന്റെ MD പങ്കജ്, ഒപ്പം തന്നെ ഗോവർദ്ധൻ അടക്കമുള്ളവർ, കൃപേഷ് അടക്കമുള്ളവരെയൊക്കെ വീണ്ടും ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അവരിൽ മാത്രം അല്ലെങ്കിൽ ചില ആളുകളിൽ മാത്രം ഈ കേസ് ഒതുങ്ങി തീരുന്നു എന്നൊരു ആശങ്ക അത് ഭക്തരുടെ ഇടയിൽ ഇപ്പോഴും ഉയരുകയാണ്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള മറ്റ് രണ്ട് അറസ്റ്റുകൾ, ഒന്ന് മുരാരി ബാബുവിന്റെ അറസ്റ്റും മറ്റൊന്ന് അവിടുത്തെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥൻ കൂടിയായ കമ്മീഷണർ അടക്കമുള്ളവർ സാന്നിധ്യത്തിലായിരിക്കണം ഈ സ്വർണം എടുക്കുന്നതും തിരികെ കൊണ്ടുവരുന്നതും മാസ്റ്റർ തയ്യാറാക്കേണ്ടതും സമയവും തീയതിയും തൂക്കമടക്കം എഴുതേണ്ടത്. പക്ഷേ അവിടെ അടക്കം കൃത്രിമം വരുത്തിയ സുധീഷ് കുമാർ അടക്കമുള്ളവരുടെ അറസ്റ്റ് കേസിൽ നിർണായകമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതിനു മുകളിൽ ചില ആളുകൾക്ക് ഈ കേസുമായി ബന്ധമുണ്ട്. അവരിലേക്ക് അന്വേഷണം നീളണം. അതുമായി ബന്ധപ്പെട്ട നടപടികൾ വരും ദിവസങ്ങളിൽ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതോ ദ്രുതഗതിയിൽ ഒരു കുറ്റപത്രം തയ്യാറാക്കി 60 ദിവസത്തിന് മുൻപ് നൽകി കേസ് മറ്റു വഴിയിലേക്ക് വഴിതിരിച്ചു വിടാനാണോ SITയുടെ ശ്രമം എന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയുണ്ട്. എന്തായാലും അന്വേഷണം നീളുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ വരുന്ന ദിവസങ്ങളിൽ തന്നെ SIT ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. ആ ഘട്ടത്തിൽ എന്തൊക്കെയായിരിക്കും ഇനി അതിൽ പറയുക? ഉടനടി കുറ്റപത്രം സമർപ്പിച്ച് കേസന്വേഷണം വീണ്ടും നീട്ടാനുള്ള നടപടിയിലേക്കാണോ കൊണ്ടുപോകുന്നത്? കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കാണോ SIT കടക്കുക എന്നുള്ളതും വരും മണിക്കൂറിൽ കണ്ടറിയണം. നിലവിൽ നമുക്ക് മനസ്സിലാകുന്ന പ്രാഥമിക അറിവും ഒപ്പം തന്നെ പ്രാഥമിക വിവരങ്ങളുടെ പ്രകാരം 60 ദിവസത്തിനുള്ളിൽ തന്നെ അടിയന്തരമായി തന്നെ ഒരു കുറ്റപത്രം ഈ കേസുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കുക. അതായത് 2 കേസുകളിലെയും ഒരു കേസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കേസ് നടപടികൾ തുടരുന്നു. രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയ ശേഷം അതിൽ മറ്റ് ഏതെങ്കിലും അറസ്റ്റ് ഉണ്ടെങ്കിൽ അതുകൂടി രേഖപ്പെടുത്തിയ ശേഷം അടിയന്തരമായി കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ്. കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം മറ്റ് ചോദ്യം ചെയ്യലിലേക്കും അന്വേഷണത്തിലേക്കും കടക്കാനാണ് SIT ഒരുങ്ങുന്നത്. എന്തായാലും സ്വർണം കട്ട ശരിയായ കൈകളിലേക്ക് ഈ അന്വേഷണം എത്തിയിട്ടില്ല എന്നുള്ളതാണ് വ്യാപകമായി ഉയരുന്ന വിമർശനം. വളരെ വലിയ കുട്ടി ആഘോഷിച്ചാണ് ഈ SIT അന്വേഷണം ആരംഭിച്ചത്. പക്ഷേ അന്വേഷണം ആരംഭിച്ച അടുത്തു നിന്ന് കാര്യമായ രീതിയിലുള്ള പുരോഗതിയിലേക്ക് പോകുന്നില്ല എന്നൊരു വിമർശനം കൂടിയുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. ആ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കേസന്വേഷണത്തിലെ മറ്റ് നടപടികളിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥരിലേക്കോ മന്ത്രിയിലേക്കോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്കോ ഒക്കെ പോകുകയാണെങ്കിൽ അത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ക്ഷീണമുണ്ടാക്കും. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് മുന്നണിയിൽ തന്നെ കാര്യങ്ങൾ പോകുമെന്നുള്ളതിലും സംശയമില്ല. അതിനിടയിൽ ഈ കേസ് എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ഇനി വരും മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മളും അത് തന്നെയാണ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ അന്വേഷണം എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ RV ബാബു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് വളരെ രസകരമായൊരു പോസ്റ്റാണ് അദ്ദേഹം പങ്കുവച്ചത്. ട്രംപും പിണറായിയും തള്ളാണ് 2 പേരുടെയും പ്രധാന ജോലി. ഒരു കണക്കിന് ഇന്നലെ മുഖ്യമന്ത്രി അമേരിക്കയുമായിട്ടാണ് ഇതിനെ താരതമ്യം ചെയ്തത്. ഒരു കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു താരതമ്യം ഉണ്ട് എന്നാണ് ശ്രീ RV ബാബു ചൂണ്ടിക്കാണിക്കുന്നത്. തള്ളിൻ്റെ കാര്യത്തിൽ ട്രംപ് ആയാലും പിണറായി ആയാലും ആ കാര്യം കൃത്യമായി നല്ല വെട്ടിപ്പായി ചെയ്യുന്നുണ്ട് എന്ന ഒരു പരിഹാസ രൂപേണയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്.